ഞങ്ങളിപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ആണ് അനലൈസ് ചെയ്തിരിക്കുന്നത്. എത്രയും കാലമായിട്ട് ഇവരിതിൽ ഇറങ്ങിയെന്ന് അത് അവർ ഇനിയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിന് ശേഷം മാത്രമേ പറയാൻ പറ്റൂ. ഇപ്പം വേരിങ് എമൗണ്ട്സ് ആണ്. ഇപ്പം എന്തായാലും ഒരു മിനിമം അപ് ടു 15 lakhs വരെ മിനിമം ട്രാൻസാക്ഷൻസ് നടന്നിട്ടുണ്ട്. ഒരു പ്രതിയുടെ അബവ് 1 crore ട്രാൻസാക്ഷൻ. ഇല്ല, ഇതിന്റെ പിന്നിൽ തീർച്ചയായിട്ടും ഒരു നെറ്റ്വർക്ക് ഉണ്ട്. ഇപ്പം ഇവരാണ് ഇതിന്റെ മെയിൻ കിങ് പിൻസ് എന്ന് പറയാറായിട്ടില്ല. കൂടുതൽ ആൾക്കാരുണ്ട്. ഇവരുടെ ഒരു ഇൻവോൾവ്മെന്റ് എങ്ങനെയാണ്? ഇവർ കാരിയേഴ്സ് ആണോ, ഉപയോഗിച്ചവരാണോ, ഒരു ബൈ ചാൻസിലേക്ക് ഇതിലേക്ക് വന്നവരാണോ, അങ്ങനെ ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട്? ഇവരുടെ വ്യക്തമായിട്ടുള്ള റോള് നമുക്ക് ചാർജ് ഷീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫിക്സ് ചെയ്ത് പറയാൻ പറ്റത്തില്ല. ഇപ്പോഴേ പറയാൻ പറ്റത്തില്ല. ഇപ്പം പ്രാഥമികമായിട്ട് ഇവർക്ക് NDPS കേസ് അക്യൂസ്ഡുമായിട്ട് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഉണ്ട്. പിന്നെ ഇതുവരെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇവർക്ക് അത്യാവശ്യം ഈ നെറ്റ്വർക്കുമായിട്ട് തന്നെ ഡീപ്പായിട്ടുള്ള ലിങ്ക്സ് ഉണ്ടായിരുന്നു. ഇപ്പം ഫ്രണ്ട്ഷിപ്പ് ഉൾപ്പെടെയുള്ള ലിങ്ക്സ് ഉണ്ടായിരുന്നു. അപ്പം കൂടുതൽ അവരെങ്ങനെയാണ് ഇത് ഓപ്പറേറ്റ് ചെയ്തതെന്ന് മറ്റു രണ്ടുപേരെ ഇതിലേക്ക് അട്രാക്ട് ചെയ്ത് അങ്ങനെ എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? ഈ ആദ്യ അറസ്റ്റിലായ അടുത്ത 2 ഫ്രണ്ട്സിനെ ഇതിലേക്ക് ഇൻവോൾവ് ചെയ്യിച്ചു അങ്ങനെ എന്തെങ്കിലും? ഇവരെല്ലാവരും സുഹൃത്തുക്കളാണ്. ഇവരുടെ എക്സാക്ട് ഇവരെങ്ങനെയാണ് പരിചയപ്പെട്ടത്, ഇവര് ആദ്യം എവിടെയാണ് മീറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇവരുടെ സൗഹൃദം തുടങ്ങുന്നത്, അതൊക്കെ ഇവരോട് ഇനിയും ചോദിച്ചു മനസ്സിലാക്കും. അത് ഇവരുടെ മോഡസിനെ കുറിച്ചൊന്നും ഇപ്പം വ്യക്തമായിട്ട് പറയാറായിട്ടില്ല. ഇപ്പം വളരെ ഏർലി സ്റ്റേജസിലാണ്. ഇപ്പം നിങ്ങൾക്കറിയാം, ലാസ്റ്റ് 1 വീക്കിലാണ് ഈ അറസ്റ്റുകൾ നടന്നത്. 2 അറസ്റ്റുകൾ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിലാണ് നടന്നത്. ഇപ്പോഴും പറയാറായിട്ടില്ല. എന്തായാലും ഇതൊക്കെ സമയത്ത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപാട് ആശങ്കകളുണ്ട്. ഈ കുട്ടികൾക്ക് ഈ ലഹരി അക്കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ട്. ഒരു അലാർമിംഗ് സിറ്റുവേഷനിലോട്ടൊന്നും ഇതുവരെ കാര്യങ്ങൾ പോയിട്ടില്ല. നമ്മള് കൂടുതൽ പരിശോധിക്കുന്നുണ്ട്. ഇല്ല, അങ്ങനത്തെ ഇതുവരെ ഞങ്ങൾ നോക്കും ഇവരുടെ അസോസിയേറ്റ്സ് ആരൊക്കെയാണ്, ഇവരുടെ കൂടെ ആരൊക്കെയാണ് ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ അത് ഇപ്പോഴേ നമുക്ക് പറയാറായിട്ടില്ല. കാരണം അവരെ നമ്മൾ വെരിഫൈ ചെയ്ത് പ്രതികളായിട്ട് ചേർക്കുന്നിടം വരെ നമുക്ക് കൺഫേംഡ് ആയിട്ടൊന്നും പറയാൻ പറ്റില്ല. സൂചനകളൊന്നും ഞങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും. കാരണം ഇവരിപ്പം സമൂഹത്തിൽ ഇപ്പം പലരുമായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ടുണ്ടാക്കി. അപ്പം എല്ലാവർക്കും ഈ NDPS-ഉമായിട്ട് ബന്ധം വേണമെന്നില്ല. ഇവരുമായിട്ടൊരു ബന്ധമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവർ ഓട്ടോമാറ്റിക്കലി ഇതിന്റെ ഒരു നെറ്റ്വർക്കിന്റെ ഭാഗമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഞങ്ങൾ ഡീപ്പായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് എവിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അവരെ പ്രതികളാക്കത്തുള്ളൂ. അപ്പം അതൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് സമയം വേണം. ലഹരി പാർട്ടികൾ നടത്തിയെന്ന് പറയുന്നത് ഇതുവരെ ഇല്ല. ഉണ്ടെങ്കിൽ നമ്മളത് എക്സാമിൻ ചെയ്യും. ഇവര് സാലറീഡ് വ്യക്തികളാണ്. എല്ലാ മാസം ശമ്പളം മേടിക്കുന്നവരാണ്. അപ്പൊ ഇവരുടെ ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഇപ്പം നോർമൽ മിഡിൽ ക്ലാസ് ബാക്ക്ഗ്രൗണ്ട് എന്ന് തന്നെ പറയാം. പക്ഷെ അവരുടെ ട്രാൻസാക്ഷൻസ് നോക്കുമ്പോഴത്തേക്കും ഇറ്റ് ഇസ് നോട്ട് മാച്ചിങ് വിത്ത് നോൺ സോഴ്സസ് ഓഫ് ഇൻകം. അത് ഞങ്ങൾക്ക് നോക്കേണ്ടി വരും. വിദേശിന്റെ ഡീറ്റെയിൽസ്